കേരളത്തിന്റെ ഉൾത്തുടിപ്പുകൾ ആലങ്കാരിക ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. മധ്യകേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതൻ കളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിൻ്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിൻ്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ? പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലന്നാറ്റുനോറ്റിട്ടൊരു നീ പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഉമ്പരിച്ചാലും തലയിൽ വെച്ചാലും പേനടിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് തങ്ങളെ പൂന്തുട തട്ടിയുടക്കിയിട്ടു ചാഞ്ഞുമയക്കുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ? അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതി ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലേറും നീല
കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടയിരുന്നെഴുതാലും ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയിൽ ഓലയെഴുത്താണികളെ കാട്ടിലിരാ ഞാൻ കളവൂ കാട്ടിലിരാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ എന്നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീറ്റി കളിക്കും പരൽ മീനല്ല നീളവേ നിശ്ചലം നിന്നു പോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടിൽ ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാനങ്ങിനെ താളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുത്തി കണക്കങ്ങു നിന്നാളമ്മ കാറ്റുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ എടുത്താളമ്മ മരിയായും പ്രിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാ പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികണ്ടേ ഭൂതമേ നീ. അമ്മയ്ക്കിപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. തെച്ചിരിക്കോലു പറിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയ
ഭൂതം അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം മൂർധാവിങ്കൽ തടകി തടകി കുൽകിയവാറെ വേറിട്ടൊന്നെന്നോദിയെണീറ്റാൽ പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയത്താൾ താപം കൊണ്ട് വിളക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ. ഞെട്ടിവിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കി എന്നുടെ നേരെ കോപമിതേറെ ൂതരുതെന്നെ നീട്ടിടൊല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ. തൊഴുതു വിറച്ചേ നിന്നു ഭൂതം തോറ്റുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ. അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടി കണ്ടമുണങ്ങി കൂട്ടും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണീക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമടങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാ കുഞ്ഞും ഉണ്ണി അന്വേഷിച്ച് വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവാ ഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്ന. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ കുടികൊട്ടും കളമൂട്ടു ചിലമ്പി കലമ്പലുകൾ അയ്യയ്യാവരവം കിളിപ്പൂങ്കുലമയിലണിഞ്ഞ കരിമ്പൂതം ആദിൽ പിച്ചള കോടകൾക്ക് കലവലകാടും പണ്ടങ്ങൾ അരുകിനരുക്കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിന ചെമ്മണി കുത്തുമുലകളിൽ തേയിലിടയും പൂമാല്യം മുറവടി വപ്പടി മൂടി കിടക്കും ചെമ്പൻ കാറുകൾ മുട്ടോളം പൂക്കുകൾ മീതെ ചാത്തിയരമൻ എത്തിയ വെള്ള ആവാട അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിക്കൂതം 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 അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല
നല്ല മണിപ്പൂതം അയ്യയ്യാവരവഞ്ചിതവൃത്തം ചെയ്യും നല്ല മണിപ്പൂതം പ്രത്യേക അറിയിപ്പ് KM02AK ஏன்டா நமக்கு மட்டும் இப்படிலாம் நடக்குது? நம்மளுக்கு அப்பா அம்மா இருந்திருந்தா நம்மளும் இப்படி இருந்திருக்க மாட்டோம்ல. நமக்கு என்ன சாபக்கேடாடா? ஒரு கோழிக்கு அம்மா இருக்கு, ஒரு குருவிக்கு கூட அம்மா இருக்குடா. நம்மளுக்கும் ஒரு அம்மா இருந்திருந்தா நம்ம இப்படிலாம் கஷ்டப்பட மாட்டோம்லடா. அம்மா அம்மா நீ எங்க அம்மா ஒன்ன விட்டா எனக்காரு அம்மா தேடி பார்த்தேனே காணோம் ஒன்ன கண்ணாமூச்சிய வாலி வெல்ல தாயே உயிர் பிரிந்தாயே என்ன தனியே தவிக்க விட்டாயே இன்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும் நான் பாடும் பாட்டுக்கு தாயே நீ உன் கண்கள் திறந்தாலே போதும் அம்மா அம்மா நீ எந்த அம்மா உன்னை விட்டா எனக்கு அம்மா நான் தூங்கும் முன்னே நீ தூங்கி போனாய் தாயே என் மேல் உனக்கென்ன கோபம் கண்ணான கண்ணே என் தெய்வ பெண்ணே கண்ணில் தூசி நீ ஊத வேண்டும் ஐயோ ஏன் இந்த சாபம் எல்லாம் என்றோ நான் சிறப்பாகும் பகலும் இரவாகி பயமானதே அம்மா விளக்கும் துணையின்றி இருளானதே உயிரின் ஒரு பாதி பறிபோனதே அம்மா தனிமை நிலையானதே அம்மா அம்மா நீ எங்க அம்மா உன்னை விட்டா எனக்கு அரு அம்மா
பாரு அம்மா இன்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும் நான் பாடும் தாலாட்டு நீ தூங்க காதோடும் என்றென்றும் கேட்கும். ആതിരൊരൈ ദൂരത്തോടെയതേണം ആലിലൊരള്ളി തടയതും വേണം ആണിയളിയോള മാട്ടമാകണം ആളത്തിലാടി തളർന്നിടണം ആളത്തിലാടി തളർന്നിടണം ഏളത്തിലാടി തളർന്നിടണം ആളത്തിലാടി തളർന്നിടണം ഏളത്തിലാടി തളർന്നിടണം കൂട്ടത്തിൽ കൂടണം
ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா.
കണ്ണനെ വയറ് വിശന്നിട്ട് വയ്യ. വെണ്ണ തരൂ അമ്മേ, കൈ നിറയെ വെണ്ണ തരൂ. മണ്ണിലെല്ലാം കളിച്ച് ദേഹം നിറയെ അഴുക്ക്. ഇപ്പൊ ശരിയായില്ലേ? തരൂ അമ്മേ. എൻ്റെ ദൈവമേ, ഈ വികൃതിയെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ണാ, കണ്ണാ. ഞാൻ ഉറങ്ങുകയാണമ്മേ. വെണ്ണക്കുടം ഞാൻ പൊട്ടിച്ചിട്ടേയില്ല. യശോദാമേ, യശോദാമേ. കണ്ണനെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ വലഞ്ഞു. തൈരും വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ചു കഴിക്കും. ഗോക്കടെ മൊത്തം അഴിച്ചും വിട്ടു. കണ്ണാ, കണ്ണാ, മതി നിന്റെ കള്ളയുറക്കം. ഇവിടെ വാ. ഞങ്ങൾ പോകുന്നു യശോദാമേ. കയ്യിൽ കിട്ടിയാൽ ഇനി ഞങ്ങൾ കെട്ടിയിടും. നോക്കിക്കോ. എൻ്റെ കണ്ണാ, നിന്നെക്കൊണ്ട് പൊറുതി മുട്ടിയല്ലോ. ഇവിടെ ഉണ്ടാക്കുന്ന കുസൃതി പോരാഞ്ഞിട്ടാണോ ഈ ഗോകുലം മൊത്തം നീ അലങ്കോലമാക്കുന്നത്? ഇനി നീ പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം. കൈ കിട്ടിയാൽ കെട്ടിയിടുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. നിന്നെ ഞാൻ തന്നെ കെട്ടിയിടാം. കുസൃതി അടങ്ങുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, എന്നെ കെട്ടിയിടല്ലേ അമ്മേ. കണ്ണന് വേദനിക്കോ അമ്മേ? ഇനി ഞാൻ കുസൃതി കാണിക്കില്ല അമ്മേ. അവിടെ കിടക്ക്. കണ്ണൻ അമ്മയോട് പിണക്ക. ഞാനിനി ഇങ്ങോട്ട് വരില്ല. എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണൻ എവിടെ പോയി? കണ്ണാ, എൻ്റെ പൊന്നു മോനെ. യശോദാമേ. കണ്ണൻ എവിടെ യശോദാമേ? അവനെ കാണാഞ്ഞിട്ട് പൈക്കൾ പോലും പാൽ ചുരുത്തുന്നില്ല. കണ്ണനെ കാണാതെ ഞങ്ങൾക്കും വയ്യ. എന്നോട് പിണങ്ങി എവിടെയോ പോയി. ഈ ഗോകുലം വിട്ട് എവിടെ പോകാൻ? ഒരു വഴിയുണ്ട്. നമുക്ക് പാട്ടുപാടി നൃത്തം ചെയ്യാം. അത് കേട്ടാൽ കണ്ണന് വരാതിരിക്കാനാവില്ലല്ലോ. കാടുമേടും പൂത്തുലഞ്ഞു കളിത്തൊഴിമാരും വന്നു കനകച്ചിലങ്ക കിലുങ്ങി. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ
മിരുതുടി താളം തക്കിട തരികിട ധിമികിട മേളം നടനത്തിനരങ്ങൊരുങ്ങി. ഡക്കമൃദംഗം മിരുതുടി താളം തക്കിട തരികിട ധിമികിട മേളം നടനത്തിനരങ്ങൊരുങ്ങി. കണ്ണ വരിക നീ അണിഞ്ഞൊരുങ്ങി. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ചുവടു മറന്നതിന്റെ അടവു പിഴച്ചതിന്റെ ഇടയ്ക്കു നിൻ രാധ വന്നെന്നോ. ചുവടു മറന്നതിന്റെ അടവു പിഴച്ചതിന്റെ ഇടയ്ക്കു നിൻ രാധ വന്നെന്നോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. കളികൾക്കിടയിലും നീ കാതിലെന്തോ ചൊല്ലി ഗോപിക നാണം കൊണ്ടു പുളയുന്നല്ലോ. കളികൾക്കിടയിലും നീ കാതിലെന്തോ ചൊല്ലി ഗോപിക നാണം കൊണ്ടു പുളയുന്നല്ലോ. പിന്നെ നിന്നെ തന്നെ പുണരുന്നല്ലോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. നടനവിലോലൻ കണ്ണൻ മതി മറന്നാടുമ്പോൾ പ്രകൃതിയും മുറഞ്ഞാടുന്നു. നടനവിലോലൻ കണ്ണൻ മതി മറന്നാടുമ്പോൾ പ്രകൃതിയും മുറഞ്ഞാടുന്നു. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ഇടം വലം തിരിഞ്ഞു നീ വാരിപ്പുണർന്നാടിയിടുമ്പോൾ ഗോപികമാർ തുടിക്കുന്നല്ലോ. ഇടം വലം തിരിഞ്ഞു നീ വാരിപ്പുണർന്നാടിയിടുമ്പോൾ ഗോപികമാർ തുടിക്കുന്നല്ലോ. അവർ അടിമുടി തളിർക്കുന്നല്ലോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. പൂനിലാവ് മറഞ്ഞിട്ടും കാടും മേടും ഉറങ്ങിയിട്ടും ഗോപികമാർ അറിഞ്ഞില്ലല്ലോ. പൂനിലാവ് മറഞ്ഞിട്ടും കാടും മേടും ഉറങ്ങിയിട്ടും ഗോപികമാർ അറിഞ്ഞില്ലല്ലോ. അവർ കണ്ണനോടും പറഞ്ഞില്ലല്ലോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും
ഹരിചരണ സ്മരണ പോലും സർവമംഗളം. കൃഷ്ണനാമ ജപം മംഗളം. ഹരിചരണ സ്മരണ പോലും സർവമംഗളം. പാടി നാം ഭജിക്കേണം. തിരുസന്നിധി തേടി തേടി പോകേണം. പാടി പാടി നാം ഭജിക്കേണം. തിരുസന്നിധി തേടി തേടി പോകേണം. വഴി നീളെ ദുരിതങ്ങൾ തടഞ്ഞാലും കണ്ണനെ അകമിഴിയിൽ കണ്ടു കണ്ടു നടക്കേണം. കൃഷ്ണനാമ ജപം മംഗളം. ഹരിചരണ സ്മരണ പോലും സർവമംഗളം. നാരായണ നാമമൗഷധം. നാരദാദി മുനിജന സംസേവിതം. നാരായണ നാമമൗഷധം. നാരദാദി മുനിജന സംസേവിതം. ശാപതാപ നിവാരണം സർവപാപഹരണം. അനവരതം ജനിമൃതി തൻ മോക്ഷകാരണം. അനവരതം ജനിമൃതി തൻ മോക്ഷകാരണം. കൃഷ്ണനാമ ജപം മംഗളം. ഹരിചരണ സ്മരണ പോലും സർവമംഗളം.
കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. പകരം വയ്ക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉറവിടമാണ് ഓരോ കുടുംബവും. രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രഥമ വിദ്യാലയമായ കുടുംബം വലിയ പങ്ക് വഹിക്കുന്നു. നല്ല ഒരു സമൂഹത്തിൻ്റെ അടിത്തറയാണ് സ്നേഹസമ്പന്നമായ ഓരോ കുടുംബവും. സോഷ്യൽ മീഡിയയുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അതിപ്രസരം കുടുംബ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തിയിരിക്കാം. എന്തുതന്നെയായാലും കുടുംബങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവ്യാധിയാണ് മദ്യവും മയക്കുമരുന്നും. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന മഹാവിപത്ത്. മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പുകഞ്ഞു തീരേണ്ടവരല്ല വിവേകമുള്ള യുവതലമുറ. മദ്യത്തിൻ്റെ ലഹരിയിൽ നുരഞ്ഞു പതഞ്ഞ് ഒഴുകിപ്പോകേണ്ടതല്ല യുവത്വത്തിൻ്റെ കരുത്ത്. കരുത്തും വിവേകവുമുള്ള കർമ്മനിരതരായ യുവതലമുറയ്ക്ക് മാത്രമേ സമൂഹത്തെ പരിഷ്കരിക്കാൻ ആവൂ. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എത്രൈദാസ്തു ന പൂജ്യന്തേ സർവാസ്ത്ര ഫലാക്രിയ. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കും. എവിടെ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നുവോ അവിടെ സകല കർമ്മങ്ങളും നിഷ്ഫലമാകും എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും സ്ത്രീകളും നമ്മുടെ പെൺമക്കളും എവിടെയും സുരക്ഷിതരല്ല എന്നത് വളരെ വേദനാജനകം തന്നെ. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമങ്ങൾ, ഇങ്ങനെ പല കാട്ടാളിത്തത്തിൻ്റെ പേരിൽ പൊലിഞ്ഞ സ്ത്രീജന്മങ്ങൾ നമ്മുടെ ഇടയിൽ കുറച്ചൊന്നുമല്ല. വിടരും മുമ്പേ പിച്ചിച്ചിന്തപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ. മനുഷ്യത്വത്തെ വെട്ടിക്കീറി വേവിച്ചു ഭക്ഷിച്ച നരബലിയെക്കുറിച്ചുള്ള വാർത്തകൾ ആരും മറന്നിരിക്കാൻ വഴിയില്ല. ധാർമ്മികതയ്ക്കും മനുഷ്യത്വത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന ഒരു കൂട്ടം നരാധമന്മാരുടെ കയ്യൊപ്പ് ചാർത്തിയ സംഭവം. വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന കേരളീയ സമൂഹത്തിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിത്താഴുന്നവർ ഉണ്ടെന്നുള്ളത് തീർത്തും അപമാനകരം തന്നെ. അറിവല്ല, തിരിച്ചറിവും വിവേകവുമായിരിക്കണം പ്രവൃത്തിയുടെ ആധാരം.
എന്തിനു വേണ്ടിയാണെങ്കിലും യുദ്ധത്തിൻ്റെ അനന്തരഫലം സർവനാശം ആയിരിക്കും. യുദ്ധം വരുത്തിവെക്കുന്നത് എപ്പോഴും നഷ്ടങ്ങളുടെ കൂമ്പാരമാണ്. പക്ഷേ ലോകത്തെന്തിനെല്ലാമോ വേണ്ടി എപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധാനന്തരം പട്ടിണിയും സർവനാശവും ജനങ്ങളെ തീരാ ദുരിതത്തിലാഴ്ത്തുകയും ചെയ്യുന്നു. അടുത്തിടെ നമ്മൾ സാക്ഷ്യം വഹിച്ച റഷ്യ, ഉക്രൈൻ, ഹമാസ്, ഇസ്രായേൽ യുദ്ധം ചില ഉദാഹരണങ്ങൾ മാത്രം. യുദ്ധഭീകരതയുടെയും ദുരിതപ്പെയ്ത്തിൻ്റെയും ചെറിയൊരു ദൃശ്യാവിഷ്കാരം. നവകേരള നിർമ്മിതി എന്ന വാക്കിന് ഒരു നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളപ്പിറവിയുടെ വജ്രജൂബിലി വർഷത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നവകേരള മിഷനോടൊപ്പം ജനങ്ങളുടെ പ്രതീക്ഷയും ആശങ്കയും ചേർന്ന് നിൽക്കുന്നു. നവകേരള യാത്രയും അതിനോടനുബന്ധിച്ച് നടന്ന രാഷ്ട്രീയ സംഭവങ്ങളും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്തു തന്നെയായാലും ഇത്തരം പദ്ധതികളുടെ ആത്യന്തിക ലക്ഷ്യം ജനനന്മ തന്നെ ആയിരിക്കണം. ഏവരുടെയും ശ്രദ്ധയെ ഒരു നിമിഷം ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നാണ് ചന്ദ്രയാൻ. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. 2008 ഒക്ടോബർ 22 ആദ്യ ചന്ദ്രയാൻ ദൗത്യ വിക്ഷേപണം. പിന്നീട് 2019 രണ്ടാമത്തെ വിക്ഷേപണവും നടന്നു. 2023 ജൂലൈ 14 ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 കുതിച്ചുയർന്നു. 139 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ചന്ദ്രയാൻ 3 രഹസ്യങ്ങളുടെ കലവറയായ ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തി. ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യ രാജ്യമായും ചന്ദ്രനിൽ പേടകത്തെ ഇറക്കുന്ന 4ാമത്തെ രാജ്യവുമായി മാറി നമ്മുടെ ഇന്ത്യ. കലാസാംസ്കാരിക രംഗത്തെ നമ്മുടെ പാരമ്പര്യം എന്നും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ഫീച്ചർ ഫിലിമായി MS രാജമൗലിയുടെ RRR ചരിത്രം സൃഷ്ടിച്ചു. ഈ ചിത്രത്തിലെ നാട്ടുനാട്ട് എന്ന ഗാനത്തിന് മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള അവാർഡും ലഭിച്ചു. ഭാരതീയരെന്ന നിലയിൽ അഭിമാന പുളകിതമായ നിമിഷം. Sa
ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അയോധ്യ നഗരത്തിലെ സരയൂ നദിക്കരയിലുള്ള അതിപ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമായ ഹിന്ദു ക്ഷേത്രമാണ് രാം മന്ദിർ അഥവാ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം. 70 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ ക്ഷേത്രം ഉത്തരദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലികളും എഞ്ചിനീയറിംഗ് സാമർഥ്യവും ആധുനിക ശൈലിയും ചേർന്നു വരുന്ന സവിശേഷവും മനോഹരവുമായ നിർമ്മിതിയാണ്. പരമ്പരാഗത നാഗർ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് 3 നിലകളാണ് ഉള്ളത്. പ്രധാന ശ്രീകോവിലിൽ ഭഗവാൻ ശ്രീരാമന്റെ ബാല്യരൂപം ശ്രീരാം ലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമല്ല, രാഷ്ട്രബോധവും ദേശഭക്തിയും വിവേകവുമുള്ള പൗരന്മാരാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നത്. അവരാണ് രാജ്യത്തിൻ്റെ കരുത്ത്. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വവും സമഭാവനയുമാണ് കുഞ്ഞു മനസ്സുകളിൽ വളരേണ്ടത്. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനുമാണ് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം സ്നേഹമാണ്. പരസ്പര സ്നേഹത്തിലും സഹിഷ്ണുതയിലും കെട്ടിപ്പടുക്കുന്ന സമൂഹമാണ് രാജ്യത്തിൻ്റെ കരുത്ത്. മനുഷ്യത്വം വളരുന്നിടത്തെ മാനവഹൃദയങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ച് ജീവിതത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുന്ന മതാന്ധതയ്ക്ക് അവസാനമുള്ളൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുവചനം സ്മരിച്ചുകൊണ്ട് മതത്തിനുമപ്പുറം നാം ഭാരതീയരാണ്, മനുഷ്യരാണ് എന്ന ബോധം മനസ്സിലുറക്കട്ടെ. ജയ് ഹിന്ദ്.